ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഈ ഒരു പണപ്പെരുമഴ എന്ന് പറയുന്ന ടാസ്കില് ഓരോരുത്തരും നേടിയ amount ആണ് പറയാനായിട്ട് പോകുന്നത്. അക്ബർ നേടിയത് 1510, സാബുമാൻ 1830. സാബുമാനാണ് ഏറ്റവും കൂടുതൽ നേടിയത്. 820, ആദില 1390, അനുമോള് നേടിയത് 1340 രൂപയാണ്. ഷാനവാസ് നേടിയത് 1250 രൂപ. അനീഷ് നേടിയത് 1610. നെവിൻ 130 രൂപയെ എടുത്തിട്ടുള്ളൂ എന്ന് ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ 330 രൂപയാണ് എടുത്തിരുന്നത്. അത് 130 രൂപയിൽ നിന്നും 100 രൂപ അനീഷിന് കൊടുത്തു, 10 രൂപ അക്ബറിനും 10 രൂപ അനുമോൾക്ക് നെവിൻ കൊടുത്തു കേട്ടോ. ബാക്കി കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ബിഗ് ബോസ് വീണ്ടും പറഞ്ഞപ്പോഴാണ് അത് നെവിൻ എടുത്ത് അക്ബറിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് കണ്ടത്. അത് കണക്കാക്കപ്പെടില്ല കേട്ടോ. നെവിൻ എടുത്ത പൈസ ബാക്കി വന്ന എമൗണ്ട് കണക്കാക്കപ്പെട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്നേ. ഒന്നുമില്ലാതിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും കോണ്ടന്റുകൾ ഉണ്ടാക്കാനായിട്ട് നെവിനെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. വെറുതെ ചുമ്മാ ഒരാവശ്യമില്ല. ഇപ്പൊ തന്നെ ആ ഒരു ടാസ്കിൽ പങ്കെടുക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. അവിടെ മാറി ഇരുന്ന് മുട്ട കഴിച്ചുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ പങ്കെടുത്തു. അതുകൊണ്ട് നമ്മളിപ്പോ ഇരുന്ന് സംസാരിക്കുന്നു നെവിനെ പറ്റി. ഇതൊക്കെയാണ് സിമ്പിൾ ടാക്ടിക്സ് ആണ്. പിന്നെ ഈ ഒരു ടാസ്കിൽ ഏറ്റവും അധികം പൈസ നേടിയത് സാബുമാനാണ്. ഏറ്റവും കുറവ് നേടിയത് ഒരുപക്ഷെ 100 ആയിരിക്കും. അനീഷിന് 1610, അനുമോള് 1340, അക്ബർ 1510. ഇതെങ്ങനെയാണ് പോയിന്റ് ഇപ്പം നിൽക്കുന്നത്. ഈ പൈസ എല്ലാം വിന്നറുടെ എമൗണ്ടിൽ നിന്നും ബിഗ് ബോസ് ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബിഗ് ബോസ് പറഞ്ഞ വേറൊരു കാര്യം, 9700 റുപ്പീസ് ആണ് ബിഗ് ബോസ് പൊട്ടിച്ചത്. എല്ലാവർക്കും എടുക്കാൻ വേണ്ടി ബിഗ് ബോസ് പൊട്ടിച്ചു കൊടുത്തത് 9700 ആണെന്നാണ് പറഞ്ഞത്. 10,000 രൂപയും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഫേക്ക് മണിയാണ്. അത് തിരിച്ച് സ്റ്റോർ റൂമിൽ ഇപ്പൊ എല്ലാവരും വെക്കും. ഇതായിരുന്നു ടാസ്കിന്റെ ആദ്യത്തെ ഘട്ടം. ഇനിയും ബിഗ് ബാങ് വീക്കിൽ ടാസ്കുകൾ നടക്കാനായിട്ടുണ്ട്. നാളെ നമ്മളൊരു ടാസ്ക് കാണും, അടുത്ത ദിവസം നമ്മളൊരു ടാസ്ക് കാണും. അങ്ങനെ ഈ ടാസ്കിന്റെ അവസാനം, എനിക്ക് തോന്നുന്നു ഈ ടാസ്കുകളുടെ എല്ലാം അവസാനം ഒരാള് ബിഗ് ബോസ് വീടിനോട് വിട പറയും. അങ്ങനെ ആയിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. എന്ത് ട്വിസ്റ്റ് വേണേലും ബിഗ് ബോസിന് കൊണ്ടുവരാൻ കേട്ടോ. ഞാനിത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ടാസ്ക് അവസാനിക്കുമ്പോൾ ഒരാൾ പുറത്തേക്ക് പോകും. ഈ ഒരു വീക്ക്ലി ടാസ്കിന്റെ അവസാനത്തോടെ ഒരാൾ പുറത്താകും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും